ഇപ്പോൾ 2 മെയിൻ ബോർഡ് IPOs ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഒന്ന് CMR ഗ്രീൻ ടെക്നോളജീസും 2 ഹെക്സഗൺ ന്യൂട്രീഷനും. CMR ഗ്രീൻ ടെക്നോളജീസിനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഹെക്സഗൺ ന്യൂട്രീഷനാണ്. അപ്പോൾ ആ ഒരു IPOയുടെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു IPO വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഹെക്സഗൺ ന്യൂട്രീഷൻ്റെ IPO ബേസിക്കലി ഒരു ഓഫർ ഫോർ സെയിലാണ്. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് 3.09 കോടി ഷെയർസ് വിൽക്കുകയാണ്. അതായത് 138.87 കോടി രൂപയുടെ ഷെയർസാണ് അവർ വിൽക്കുന്നത്. ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയിലോട്ട് ഒരു പൈസയും വരുന്നതല്ല. ഓഫർ ഫോർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് വിറ്റൊഴിയുന്നതാണ്. അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആ ഒരു 89.4 എന്നുള്ള വലിയ ഒരു നമ്പറിൽ നിന്ന് 64.21 എന്നുള്ള ചെറിയ നമ്പറിലോട്ട് എത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഷെയർ ഹോൾഡിംഗ് തന്നെ ആ ഒരു കമ്പനിയിൽ കുറയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ കമ്പനിയാണ്. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു CMR ഗ്രീൻ ടെക്നോളജീസിൻ്റെ IPO മൊത്തത്തിൽ ഓഫർ ഫോർ സെയിലായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ വലിയ IPO സൈസായിരുന്നു. എന്നാൽ പോലും അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് അത്ര കുറയുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു IPO സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ഇതിൽ 35% റീറ്റെയിൽ കോട്ടയാണെങ്കിൽ പോലും അലോട്ട്മെൻറ്റിനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സൈസാണ് ഈ ഒരു IPOക്കുള്ളത്. അതുപോലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിന് 50% കോട്ടയും അതുപോലെ ബാക്കി ഒരു 15% HNI കാറ്റഗറിയിലുമാണ്. അതെല്ലാം കഴിഞ്ഞ ആ ഒരു IPOയുടെ അതുപോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് 5-ാം തീയതിയാണ്, ജൂൺ 5-ാം തീയതി. അതുപോലെ ഈ ഒരു IPO ക്ലോസ് ആവുന്നത് ജൂൺ 9-ാം തീയതിയാണ്. ഇതിൻ്റെ ആവുന്നത് ആ ഒരു 12-ാം തീയതിയാണ്. ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 42 മുതൽ 45 രൂപ വരെയാണ്. ആ ഒരു അപ്പർ പ്രൈസ് ബാൻഡ് ആയിട്ടുള്ള 45 രൂപയിൽ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 553 കോടിയാണ്. ഈ ഒരു കമ്പനിക്ക് ഗ്രേ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഓൾമോസ്റ്റ് 11 തൊട്ട് 13 രൂപ വരെ 25% ആ ഒരു റേഞ്ചിന് അടുപ്പിച്ച് ഈ ഒരു കമ്പനിക്ക് ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഉണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിനുള്ള സാധ്യത ഈ ഒരു കമ്പനിയിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ റീറ്റെയിൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും HNI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതാണ് ഈ ഒരു IPOയുടെ പ്രത്യേകത. നമ്മുടെ CMR ഗ്രീൻ ടെക്നോളജി IPOയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ അലോട്ട്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു IPOയിൽ ആ ഒരു അലോട്ട്മെൻറ്റിനുള്ള ചാൻസ് കുറവാണ്. ഈ ഒരു IPOയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കണം. ഈ ഒരു കമ്പനി 1993 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഒരു മൈക്രോ ന്യൂട്രിയൻ സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ ഇങ്ങനത്തുള്ള ടേംസാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ പ്രൊവൈഡർ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രൊവൈഡർ, അല്ലെങ്കിൽ പ്രീ മിക്സ്ഡ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഫുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ്. പക്ഷേ ആ ഒരു ടേംസിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഈ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പീഡിയാഷ്യൂർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അറിയാമല്ലോ. അബോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഓൾറെഡി ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുപോലൊരു പ്രോഡക്റ്റ് ഈ കമ്പനിക്കുണ്ട്, പീഡിയ ഗോൾഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു പീഡിയാഷ്യൂർ എന്താണ്, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ സൊല്യൂഷനാണ്. ഒരു പൊടി നമ്മുടെ ഫുഡിൻ്റെ കൂടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു കിട്ടേണ്ട ന്യൂട്രിയൻസ്, അതായത് ആ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഓൾറെഡി ഫോർട്ടിഫൈ ചെയ്ത ഒരു പൊടിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസൊക്കെ ഒരു പരുവം പിള്ളേരിലോട്ട് എത്തും. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒബിസിഗോ എന്ന് പറഞ്ഞത്. അത് ബേസിക്കലി ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റാണ്. നമ്മുടെ വേ പ്രോട്ടീനും അതുപോലെ ഒരുപാട് ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതുപോലുള്ളൊരു പൊടി തന്നെയാണ്. ഇതും ബേസിക്കലി നമ്മൾ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിലും അല്ലാതുള്ള ഓൺലൈനിലും ഒക്കെ നമ്മൾ ഓൾറെഡി കാണുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഓൾറെഡി അവരുടെ ഇൻ്റർനാഷണൽ ഒരു കോമ്പറ്റീറ്ററിനെക്കാളും വളരെയധികം പ്രീമിയമൈസ്ഡ് ഒരു പ്രോഡക്റ്റാണ് അവർ വിൽക്കുന്നത്. പ്രീമിയമൈസേഷൻ ആണ് അവരുടെ ആ ഒരു തീം. അതുപോലെ തന്നെ ഒബിസിഗോയും അതുപോലെ തന്നെ വേ പ്രോട്ടീൻ്റെ അളവ്, അതായത് വേ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ സാധനത്തിനൊക്കെ അളവ്, അതുപോലെ ക്വാളിറ്റിയുള്ള ഫൈബർ, അതുപോലെ സംഭവങ്ങളൊക്കെ കൂടുതൽ അതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതും കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പെൻഡാഷ്യൂർ. പെൻഡാഷ്യൂർ ബേസിക്കലി 12 ടൈപ്പ് ഉണ്ട്. ഈ ഒരു പെൻഡാഷ്യൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡയബറ്റിക്സ് ഉള്ളവർക്ക് ആ രീതിയിലുള്ള, ഇപ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത്, പ്രോട്ടീൻ കൂടുതലുള്ളത്, അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ അവർക്ക് ഹെപ്പാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്, അതായത് ലിവർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് പെൻഡാഷ്യൂറിൻ്റെ ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അതുപോലെ റീനൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്ക്, കിഡ്നി വേസ്റ്റ് പ്രശ്നങ്ങളുള്ളവർക്ക് പെൻഡാഷ്യൂറിൻ്റെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു 12ഓളം പ്രോഡക്റ്റുള്ളവർ പെൻഡാഷ്യൂർ എന്നുള്ള ബ്രാൻഡിൽ സെല് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ ബ്രാൻഡഡ് ബിസിനസ്. ഈ ഒരു 3 പ്രോഡക്റ്റുകൾ, പിന്നെ കുറച്ച് അല്ലാതുള്ള പ്രോഡക്റ്റ്, ഇതാണ് അവരുടെ മെയിൻ 3 പ്രോഡക്റ്റുകൾ. പിന്നെ അതുപോലുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ കൂടെ അവർ വിൽക്കുന്നുണ്ട്, അവരുടെ തന്നെ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകൾ. ഇത് അവരുടെ 30% സെയിൽസാണ്. ഇതിനകത്ത് 6% സെയിൽസ് നമ്മുടെ ഫ്ലിപ്കാർട്ട്, 1mg, അതുപോലെ ആമസോൺ, ഫാർമസി, അതുപോലുള്ള ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് വഴിയാണ് അതിൻ്റെ 6% സെയിൽസ് വരുന്നത്. ബാക്കിയുള്ള സെയിൽസ് അല്ലാതെ
ഓഫ്ലൈനായിട്ട് അല്ലാതെയൊക്കെയാണ് അവരുടെ ആ ഒരു സെയിൽസ് വരുന്നത്. അപ്പോൾ ആ ഒരു B2C സെഗ്മെൻറ്റ് മനസ്സിലായി അവർക്ക്. പിന്നെ ഒരു B2B2C എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ഉണ്ട്. അത് പ്രീമിക്സ് ന്യൂട്രീഷൻസ് ഇതുപോലുള്ള കമ്പനികൾക്ക്. ഇപ്പോൾ വേറൊരു കമ്പനി ഇതുപോലുള്ളൊരു ന്യൂട്രീഷൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രീമിക്സ് ന്യൂട്രീഷൻ ഇത്രയും വൈറ്റമിൻസും കാര്യങ്ങളുമൊക്കെ ഫോർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യൂട്രീഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ അവർക്കുള്ള മൂന്നാമത്തെ ഒരു സെഗ്മെൻറ്റാണ് ഈ ഒരു ESG സെഗ്മെൻറ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ UN ഓരോ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഓരോ രാജ്യങ്ങളിലെ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇതുപോലുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉപ്പിൽ അയഡിൻ ഫോർട്ടിഫൈ ചെയ്യുന്നു, അതുപോലെ ഗോതമ്പിൽ ഫോളിക് ആസിഡ് B12 ഒക്കെ ഫോർട്ടിഫൈ ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യത്ത് സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് ഇന്ന ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അവർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൽ ആ ഒരു വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ ഫോർട്ടിഫൈ ചെയ്ത് ഇറക്കുന്നുണ്ട് ആ രാജ്യത്തുള്ള മിനിസ്റ്റീരിയൽ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ UN തന്നെ പല പല ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള പരിപാടികൾ ബേസ് ലെവലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ന്യൂട്രീഷൻസ്, ആ സൊല്യൂഷൻസ് ഇതുപോലുള്ള കമ്പനികളുടെ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്താണ് നടത്താറ്. ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് ഈ ഒരു കമ്പനിയിൽ മനസ്സിലാക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നുള്ള പൈസ കിട്ടാനാണ് ഈ ഒരു കമ്പനിയോട് താമസം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സിൻ്റെ സെയിൽസിൽ പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനകത്ത് തന്നെ പൈസ കമ്പനിയിലോട്ട് വരുന്നുണ്ട്. അതുപോലെ B2B2C എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ സെഗ്മെൻറ്റിലും പൈസ പെട്ടെന്ന് തന്നെ കമ്പനിയിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ ഒരു ESG സെഗ്മെൻറ്റിൽ ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ന്യൂട്രീഷൻ സൊല്യൂഷൻസ് മേടിച്ച് കഴിഞ്ഞാൽ അവരെ ആ ഒരു സൊല്യൂഷൻസ് ടെസ്റ്റ് ചെയ്ത് ആ ഒരു ഫേസായിട്ട് ഓരോ ഫേസായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു ടൈമിൽ മാത്രമേ പൈസ അവർ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓൺ ആവറേജ് കുറഞ്ഞത് 100 ദിവസമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി കമ്പനിക്ക് എടുക്കും. ഈ ഒരു കമ്പനിയിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ, അതായത് FY25 2025 ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ ആ ഒരു ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ 32 കോടിയോളം ഉണ്ട്. പക്ഷേ ഈ വർഷത്തെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 കോടിയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ലീനിയർ ആയിട്ടുള്ളൊരു വളർച്ച ആ ഒരു കമ്പനിയിലോട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്യാഷ് ഫ്ലോ വരാത്തത്? അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പൈസ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 3 സെഗ്മെൻറ്റും ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇനി ഈ ഒരു കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിക്ക് 3 പ്ലാന്റുകളുണ്ട് ഇന്ത്യയിൽ. ഒന്ന് നാസിക് മഹാരാഷ്ട്രയിൽ, പിന്നെ 2 തമിഴ്നാട്ടിലാണ്, തൂത്തുക്കുടിയിലും ചെന്നൈയിലും. ഈ ഒരു തൂത്തുക്കുടിയിലും ചെന്നൈയിലും ഉള്ള പ്ലാന്റ് ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട്സിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അതുപോലെ പോർട്ടുകളൊക്കെ അടുത്താണ്. അപ്പോൾ എക്സ്പോർട്ടുകൾ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട് ഈ ഒരു കമ്പനിക്ക് ആ 2 പ്ലാന്റുകളിൽ. അതുപോലെ ഇവർക്ക് ഇൻ്റർനാഷണലി ഉസ്ബെക്കിസ്ഥാനിൽ ഒരു പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഇവർക്ക് 3 ഓഫീസുകൾ ഇൻ്റർനാഷണലി ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ, ഉസ്ബെക്കിസ്ഥാനിൽ, അതുപോലെ ഹോങ്കോങ്ങിൽ. ഇവർ 75ഓളം രാജ്യങ്ങളിലോട്ട് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വരുമാനത്തിൻ്റെ 61% പുറം രാജ്യങ്ങളിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ അവർ ഏൺ ചെയ്യുന്നത് 61% ഫോറക്സിലാണ്. പക്ഷേ ഇവരുടെ റോ മെറ്റീരിയൽസ് അതിൻ്റെ 70% ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോറക്സിലുള്ള ഇപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഒരുപാട് കൂടിപ്പോകുന്നുണ്ട് റുപ്പി ആയിട്ട് കമ്പാരിറ്റീവ്ലി. നമ്മുടെ രാജ്യത്തെ കറൻസിയുടെ മൂല്യം കുറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂസ് 61% പുറത്തുനിന്നാണ് വരുന്നത്. പക്ഷേ 30% റോ മെറ്റീരിയൽസ് താഴെ മാത്രമേ ഇവർ പുറത്ത് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് പതിയെ കൂടി വരുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു ഫൈനാൻഷ്യൽസിൽ ഈ ഒരു മാർജിൻസ് ഈ ഒരു കമ്പനിയുടെ കൂടി വരാനുള്ള കാര്യം ഇത് തന്നെയാണ്. റോ മെറ്റീരിയലിൻ്റെ ആ ഒരു കോസ്റ്റ് പതിയെ താഴോട്ട് വരുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് ചുമ്മാതെ പറയുന്നതല്ല ഈ ഒരു പ്രീമിയമൈസേഷൻ. ആ ഒരു പ്രീമിയമൈസേഷനും ആ ഒരു ബ്രാൻഡായിട്ടുള്ള സെയിൽസും പതിയെ കൂടി വരുന്നുണ്ട് ഈ ഒരു കമ്പനിക്ക്. ആ ഒരു പോയിൻ്റാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ അവരുടെ മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സുകളുടെ സെയിൽസ് കൂടുന്നുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ടാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് കാണാൻ കഴിഞ്ഞത്. 1993 തുടങ്ങിയ കമ്പനി വലിയൊരു ഗ്രോത്ത് ഒന്നും ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. ഈ ഒരു കമ്പനി ഒരുപാട് പൈസ അവരുടെ ആ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഇപ്പോഴും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓൾമോസ്റ്റ് 30%. അവരുടെ കപ്പാസിറ്റി മിക്കവാറും 70% വെറുതെ കിടക്കുകയാണ്. അതുപോലെ ഇവർ ക്വാളിറ്റി കൺട്രോൾ ബേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇവരുടെ പുറം രാജ്യങ്ങളിലോട്ട് ഉള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവർ ആ ഒരു ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ അത് ബാധിക്കും. ഇപ്പോൾ തന്നെ 2024 UN ഏജൻസിക്ക് സപ്ലൈ ചെയ്ത MNP മൈക്രോ ന്യൂട്രിയൻ പൗഡർ അല്ലെങ്കിൽ RUTF റെഡി ടു യൂസ് തെറാപ്യൂട്ടിക് ഫുഡ് എന്ന് ആ ഒരു 2 സാധനങ്ങളിൽ സൽമോണല്ല കണ്ടാമിനേഷൻ നോട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഈ ഒരു തൂത്തുക്കുടിയിലെ പ്ലാന്റ് ഓൾമോസ്റ്റ് 6 തൊട്ട് 7 മാസം വരെ അടച്ചിട്ടിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്ലാന്റുകൾ അടച്ചിടാൻ വരെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു 2024
ഈ ഒരു റിപ്പീറ്റ് കസ്റ്റമേഴ്സിൽ നിന്നാണ് നല്ല കമ്പനികൾക്കെല്ലാം ബിസിനസ് വരുന്നത്. ഈ ഒരു കമ്പനിക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു റവന്യൂ അത് 207 കോടിയിൽ നിന്ന് 104 കോടിയായിട്ട് ഇടിഞ്ഞായിരുന്നു 2024 2025 ഈ ഒരു ഇഷ്യൂ വന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൻ്റെ ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹെക്സഗൺ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ കമ്പനി മെയിനായിട്ട് അവരുടെ ഓവർസീസിലാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഉള്ള ഒരു യുദ്ധവും ആ ഒരു ഹോർമോസിലെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കമ്പനിയെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ റോ മെറ്റീരിയലിനും ഒരു 30% അവർ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാം. പുറത്തുള്ള പ്രശ്നങ്ങൾ, അതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതുപോലുള്ള പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കാം. പിന്നെ ഇവർ മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ, ആ ഒരു പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റ് സൈസ് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. ഓൾമോസ്റ്റ് 65,000 കോടിയൊക്കെയാണ് അവർ മാർക്കറ്റ് സൈസ്. അതിൽ 100 കോടി മാത്രമേ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു വളർച്ച ഈ ഒരു കമ്പനിക്ക് കുറച്ച് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു മാർക്കറ്റ് ഷെയർ കൂടെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ മതി, അവർക്ക് വലിയൊരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ഒരു കമ്പനിക്ക് ഒരു ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ ഒരു ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബ്രാൻഡ് പ്രോഡക്ട്സ് കൂടുന്നത് കൊണ്ടും അതുപോലെ റോ മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കുറഞ്ഞതുകൊണ്ടും അവരുടെ ആ ഒരു മാർജിൻസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 14% എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ആ 2 പോസിറ്റീവ്സ് എനിക്ക് ആ ഒരു കമ്പനിയിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ക്വാളിറ്റി കൺട്രോൾസ് ഇഷ്യൂസൊക്കെ ഉള്ള കമ്പനി, ആ ഒരു ടോപ്പ് 10 കസ്റ്റമേഴ്സാണ് അവരുടെ 50% റവന്യൂ. അതിലും നല്ലൊരു ശതമാനം ഈ ഒരു ESG റവന്യൂസാണ്. ESG റവന്യൂസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു ശതമാനം പൈസയും കമ്പനിയിലോട്ട് പെട്ടെന്ന് വരത്തില്ല. 100 ദിവസത്തിന് മുകളിലാണ് എന്തായാലും ആ ഒരു ക്യാഷ് കമ്പനിയിലോട്ട് വരാനുള്ള സമയം. അങ്ങനെയുള്ള ഒരു കമ്പനി അവർ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കാണുന്നത് ഈ ഒരു സൈഡസ് വെൽനെസ്സിനെയും നെസ്ലെ ഇന്ത്യയൊക്കെയാണ്. ഈ ഒരു നെസ്ലെ ഇന്ത്യക്കൊക്കെ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പൈസ വാങ്ങി വെച്ചേക്കുന്നതിൻ്റെ പ്രൊഡക്ട്സ് പോലും അവർ കൊടുത്തിട്ടില്ല. ഓൾറെഡി ക്യാഷ് കൂടുതൽ അവർ സപ്ലൈ ചെയ്യാത്ത പ്രൊഡക്റ്റിന് വരെ അവർ മേടിച്ച് വെച്ചേക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനത്തുള്ള കമ്പനിയായിട്ട് ഒരിക്കലും ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പോൾ ഈ ഒരു കമ്പനി ആയിരിക്കും കുറച്ചുകൂടെ മാർക്കറ്റിൽ റിട്ടേൺ ഉണ്ടാക്കാൻ ചാൻസ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സൈസ് ഈ ഒരു കമ്പനിയുടെ വളരെ ചെറുതാണ്. അവിടുന്ന് ആ ഒരു കമ്പനിക്ക് വളരാനുള്ള ഇതുണ്ട്. പക്ഷേ ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു രീതിയിൽ ഒരിക്കലും ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് നെസ്ലെ ആയിട്ടും സൈഡസ് വെൽനെസ്സുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവർ രണ്ടുപേരും 2 ടൈപ്പിലുള്ള കമ്പനികളാണ്. നമ്മൾ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? അവർ ആ ഒരു DRHPയിൽ അങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാല്യൂഷൻ നമുക്ക് ഈ ഒരു കമ്പനിയുടെ നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു 29p ഈ ഒരു കമ്പനിക്ക് റീസണബിൾ ആണെന്ന് പറയാൻ പറ്റുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ചെറുതാണ് എന്നുള്ളത് കൊണ്ടും ആ ഒരു കമ്പനിക്ക് ആ ഒരു വളർച്ചയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഒക്കെയാണ്. പിന്നെ അവർ ആ ഒരു പൊട്ടൻഷ്യൽ അവർ ആ ഒരു മാർജിൻസിലുള്ള വളർച്ചയിൽ അവർ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സിൻ്റെ അവരുടെ സെയിൽസിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള പോസിറ്റീവ് മൊമെൻറ്റം ഈ ഒരു കമ്പനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ്സ് ഈ ഒരു കമ്പനിക്കുണ്ട്, അതുപോലുള്ള റിസ്ക്കുകളുണ്ട്. ആ റിസ്ക്കുകളൊക്കെ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. കാരണം വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ആ ഒരു തൂത്തുക്കുടി ഫെസിലിറ്റിയിൽ സംഭവിച്ച കണക്ക് അതുപോലെ ഉള്ള പ്രശ്നങ്ങൾ അവരുടെ ആ ഒരു നാസിക് ഫെസിലിറ്റിയിൽ മഹാരാഷ്ട്രയിലും എന്തൊക്കെയോ കേസുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 1 വർഷം അടുപ്പിച്ച് തന്നെ ആ പ്ലാന്റും അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റിസ്ക്കുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഇതുപോലൊരു വാല്യൂഷനിൽ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇത്രയും ചെറിയൊരു കമ്പനിയാണ്, അത്രയും വലിയൊരു മാർക്കറ്റ് ഈ ഒരു കമ്പനിക്ക് വേണ്ടി ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു മാർക്കറ്റ് ഷെയർ ഇവർക്ക് നേടാൻ പറ്റിയാൽ പോലും ഈ ഒരു ആബോട്ട്, നെസ്ലെ, അതുപോലുള്ള സൈഡസ് വെൽനെസ് അതുപോലുള്ള കമ്പനീസും ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് അവർക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ വാല്യൂഷൻസ് ജസ്റ്റിഫൈഡ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റിസ്ക്കുകളും കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് വേണം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു കമ്പനിയിൽ നടത്താൻ. പിന്നെ ഈ ഒരു IPOയിൽ ഗ്രേ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്. ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ കമ്പനിക്ക് മാർക്കറ്റിൽ ആ ഡിമാൻഡ് ഉണ്ട്. ആ ഒരു പ്രൈസ് അപ്രീഷിയേഷൻ എന്തായാലും ഒരു IPO ടൈമിൽ കിട്ടും. പിന്നെ ലോങ് ടേമിൽ ഇതുപോലുള്ള വലിയ വലിയ റിസ്ക്കുകളൊന്നും ഈ ഒരു കമ്പനിയിൽ വരാതെ ഈ ഒരു കമ്പനിക്ക് ഇപ്പോൾ പോകുന്ന കണക്ക് തന്നെ മാർജിൻസൊക്കെ കൂട്ടി ആ ഒരു റവന്യൂസൊക്കെ വളർന്ന് മുന്നോട്ട് പോകാമെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈ ഒരു കമ്പനിയിൽ എടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.